ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി. മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട അമ്മയുടെ എഴുന്നള്ളത്ത് ഉടൻ ശാസ്താ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. പ്രശാന്ത് ശങ്കലമംഗലത്ത് ചേരുന്നു ക്ഷേത്രത്തിൽ നിന്നും. പ്രശാന്ത്, ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മണക്കാട് ശാസ്താവിന്റെ സന്നിധിയിലേക്കുള്ള അമ്മയുടെ എഴുന്നള്ളത്ത് ഇപ്പോൾ മണക്കാട് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് അമ്മയെ തിടമ്പേറ്റിയ ഗജവീരന് മുകളിൽ തിടമ്പേറ്റിയ അമ്മയെ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ ആ പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങി അതിനുശേഷം മണക്കാട് ശാസ്താ സന്നിധിയിലേക്ക് അമ്മ പുറപ്പെടുകയാണ്. ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോഴും വിവിധ ഇടങ്ങളിൽ ഈ എഴുന്നള്ളത്തിനെ സ്വീകരിക്കുവാൻ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 1 മണിയോടുകൂടിയാണ് അമ്മയുടെ എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. കുത്തിയോട്ടബാലന്മാർ ക്ഷേത്രസന്നിധിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഒരു ഗാർഡ് ഓഫ് ഓണർ കൂടി ഉണ്ടായിരുന്നു സംസ്ഥാന പോലീസിന്റെ വക. അതിനുശേഷമാണ് ഈ അമ്മയുടെ എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. ആരംഭിച്ച എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ നിന്നും, അതായത് ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ നിന്നും തിടമ്പേറ്റിയ ഗജവീരനിലൂടെ അമ്മയുടെ എഴുന്നള്ളത്ത് ആരംഭിക്കുന്നു. ആ എഴുന്നള്ളത്ത് ഇപ്പോൾ മണക്കാട് ജംഗ്ഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മണക്കാട് ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രസന്നിധിയിലേക്ക് ഈ എഴുന്നള്ളത്ത് പ്രവേശിക്കുകയും ചെയ്യും. ഒരു രാത്രി മുഴുവനും ഈ നഗരവീഥികളിലൂടെ എഴുന്നള്ളത്ത് വരികയാണ്. തീവട്ടി എന്തിയ പുരുഷാരം ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയെ അകമ്പടി സേവിച്ച കുത്തിയോട്ടബാലന്മാർ അമ്മയ്ക്ക് മുൻപിലായി അകമ്പടി സേവിച്ച് കുത്തിയോട്ടബാലന്മാർ ഉണ്ട്. അങ്ങനെയാണ് ഇത് ഒരു യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ പുറപ്പെട്ട യാത്രയാണ് ഇപ്പോൾ ഈ ക്ഷേത്രസന്നിധിയിൽ നിന്നും പുറപ്പെട്ട യാത്രയാണ് ഇപ്പോൾ ഈ മണക്കാട് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഈ എഴുന്നള്ളത്തെത്തുമ്പോഴും അവിടെയെല്ലാം സ്വീകരിക്കുവാനായി പടുക്ക വെച്ച് സ്വീകരിക്കും. അത് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അടുത്ത തട്ടം വെച്ചുകൊണ്ട് സ്വീകരിക്കും. അവിടെ നിന്ന് ആ സ്വീകരണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ഇടത്തിലേക്ക് പോവുക. അങ്ങനെ പതിയെ മണക്കാട് ധർമ്മശാസ്താവിനെ ദർശിക്കുന്നതിനായി ഈ അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആറ്റുകാൽ അമ്മയുടെ സഹോദര സങ്കല്പത്തിലാണ് മണക്കാട് ധർമ്മശാസ്താവിനെ കാണുന്നത്. മണക്കാട് ധർമ്മശാസ്താവ് അമ്മയുമായി പിണങ്ങി നിൽക്കുന്ന ആ മണക്കാട് ധർമ്മശാസ്താവിനെ കാണാനാണ് ഉത്സവത്തിൻ്റെ 9ാം നാൾ അമ്മ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറത്തെഴുന്നള്ളി മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ ആ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകും. ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും തിരിച്ച് വീണ്ടും ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പുണ്ടാകുക. അമ്മയുടെ തിരുസന്നിധാനത്തിലേക്കുള്ള എഴുന്നള്ളിപ്പുണ്ടാകുക. അതിനുശേഷം കാപ്പഴിക്കൽ ചടങ്ങുകളുണ്ടാകും. വൈകിട്ട് നടക്കുന്ന ഗുരുതി പൂജയോടെ ഈ 10 നാൾ നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് സമാപനം ആകുകയും ചെയ്യും. വലിയൊരു ജനം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ഒരു രാത്രി മുഴുവനും ഈ യാത്രയോട് അമ്മയുടെ ഈ പുറത്തെഴുന്നള്ളിപ്പിനെ അനുഗമിക്കുന്നവരാണ് ഇവിടെ നിൽക്കുന്നവരെല്ലാം. ഒരു രാത്രി മുഴുവനും അമ്മയുടെ ഈ പുറത്തെഴുന്നള്ളിപ്പിനെ അനുഗമിക്കുന്നവരാണ് ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ച പുറത്തെഴുന്നള്ളിപ്പാണ്. 1 മണിയോട് കൂടിയാണ് കുത്തിയോട്ടബാലന്മാരെല്ലാവരും ക്ഷേത്രസന്നിധിയിൽ പ്രവേശിച്ചത്. ആ ക്ഷേത്രസന്നിധിയിൽ പ്രവേശിച്ചതിന് ശേഷം പോലീസ് നൽകിയ ഗാർഡ് ഓഫ് ഓണർ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഓരോ സ്ഥലങ്ങളിലും ഓരോ തട്ടങ്ങൾ ഉണ്ടാകും. ആ തട്ടങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അമ്മ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ മണക്കാട് എത്തി നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നും അല്പദൂരം മാത്രമാണ് മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രസന്നിധിയിലേക്കുള്ളത്. മണക്കാട് ധർമ്മശാസ്താവിനെ കാണുവാനുള്ള ക്ഷേത്രത്തിലേക്കുള്ള ദൂരം അല്പദൂരം മാത്രമാണ്. എന്നാൽ ഈ തട്ടങ്ങൾ ഓരോ സ്ഥലങ്ങളിലും അടുത്തടുത്തായി ഇത്തരത്തിൽ സ്വീകരണത്തിരിക്കുവാനായി, അമ്മയെ സ്വീകരിക്കുവാനായി, അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതിനായുള്ള തട്ടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയമെടുത്തുകൊണ്ട് ഓരോ സ്ഥലത്തു നിന്നും അവിടെയെല്ലാം പുഷ്പവൃഷ്ടിയും അമ്മയുടെ തിടമ്പേറ്റിയ ഗജവീരനെ പുഷ്പവൃഷ്ടി നടത്തിയും ആരതി ഒഴിഞ്ഞും ഭക്തർ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത സ്ഥലത്തേക്ക് നടന്നു നീങ്ങുക. അങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ ജനബാഹുല്യം നമുക്ക് കാണാം. ഇവിടെയും ഒരു തട്ടം ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സമാനമായ രീതിയിൽ ഓരോ ഇടങ്ങളിലും അടുത്തടുത്തെല്ലാം ഇത്തരം വിവിധ സംഘടനകൾ അടക്കമുള്ളവർ അമ്മയെ സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ ഈ പ്രദേശവാസികളും ഭക്തരുമായിട്ടുള്ള വിവിധ ആളുകൾ അമ്മയെ സ്വീകരിക്കാനായി ഈ തട്ടങ്ങളെല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതെല്ലാം പിന്നിട്ടുകൊണ്ടാണ് ഈ യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നത്. പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് അമ്മയെ സ്വീകരിക്കും. തിടമ്പേറ്റിയ ഗജവേരനും നെറ്റിപ്പട്ടം കിട്ടിയ ഗജവേരന് മുകളിൽ തിടമ്പേറ്റിക്കൊണ്ടാണ് അമ്മ കുടികൊള്ളുന്നത്. അങ്ങനെ അമ്മയെയാണ് ഈ പുറത്തെഴുന്നള്ളുന്നത്. വലിയ ഒരു ജനാരവം തന്നെ ഈ പുറത്തെഴുന്നള്ളിപ്പും അമ്മയോടൊപ്പം അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ചതാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ഭക്തജനലക്ഷങ്ങൾ പങ്കെടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടിയാണ് കുത്തിയോട്ടം ചടങ്ങുകൾ നടന്നത്. 581 കുത്തിയോട്ട ബാലന്മാരാണ് ഇത്തവണ ഈ കുത്തിയോട്ടം നേർച്ചയ്ക്കായി പങ്കെടുത്തത്. ഓരോ ബാലന്മാർ, അതായത് 7 പേരടങ്ങുന്ന ഒരു സംഘം, അങ്ങനെ 7 പേരടങ്ങുന്ന ഓരോ സംഘം ബാലന്മാർ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും കുത്തിയോട്ടം ചൂരൽക്കുത്ത് നടത്തുകയും ചെയ്യും. അങ്ങനെ 581 പേരും ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചതിന് ശേഷം ആണ് അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആ ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് ശേഷം അമ്മ പുറത്തെഴുന്നള്ളിയത്. ആ പുറത്തെഴുന്നള്ളിപ്പ് കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടുകൂടി ആരംഭിച്ച ചടങ്ങുകളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കാണ് അമ്മ മണക്കാട് ധർമ്മശാസ്താവ് തൻ്റെ സഹോദരനായ മണക്കാട് ധർമ്മശാസ്താവിനെ കാണുന്നതിനും ആയി അമ്മ പുറപ്പെടുന്നത്. ആ പുറപ്പെട്ട അമ്മയുടെ പുറപ്പാടാണ് ഇപ്പോൾ ഈ മണക്കാട് ജംഗ്ഷനിലേക്ക് എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും ഈ മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. അവിടെയും വിപുലമായ സജ്ജീകരണങ്ങൾ, ഈ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ അമ്മയെ സ്വീകരിക്കുന്നതിനായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ഇടങ്ങളിലും അമ്മയ്ക്ക് ഈ തട്ടം വെച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം, അനന്തപുരിയുടെ മഹോത്സവം, അത് ഈ മലയാളക്കരയുടെ മഹോത്സവം, ലോകത്തിൻ്റെ മഹോത്സവമായി മാറുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ പരിസമാപ്തിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 10ാം നാൾ ഇന്ന് നടക്കുന്ന ചടങ്ങുകളോടുകൂടി ഈ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കും. അതിലേക്കുള്ള ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്കുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പുറത്തെഴുന്നള്ളിപ്പ് കൂടി കഴിഞ്ഞ് മണക്കാട് ധർമ്മശാസ്താവിനെ ദർശനം, മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ചെഴുന്നള്ളത്തുണ്ടാവും. തിരിച്ചെഴുന്നുള്ള അമ്മ കാപ്പഴിച്ച് വെക്കുന്നതോടുകൂടി കാപ്പഴിച്ച് വെക്കൽ ചടങ്ങുകൾക്ക് ശേഷം രാത്രി 1 മണിക്ക് നടക്കുന്ന ഗുരുതി പൂജയോടുകൂടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾക്കെല്ലാം സമാപ്തി ഉണ്ടാകുക, സമാപനം കുറിക്കുക. ഏതായാലും ഇപ്പോൾ മണക്കാട് ജംഗ്ഷനിലേക്ക് ഈ അമ്മയുടെ തിരുവെഴുന്നള്ളത്ത് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനഘ, ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ നിന്ന് പരിസമാപ്തി. മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട അമ്മയുടെ എഴുന്നള്ളത്ത് ഉടൻ ശാസ്താ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. പ്രശാന്ത് ശങ്കരമംഗലത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്.